കേരളത്തിൽ വേനൽ കടുത്തു വരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കുക. ദാഹം അനുഭവപ്പെടുന്നത് ശരീരം വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെടുന്ന അവസാന ഘട്ടത്തിലാണ്. അതിനാൽ ഇടവേളകളിൽ വെള്ളം കുടിക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും വെള്ളം കുടിക്കണം. സൂക്ഷിക്കേണ്ട പാനീയങ്ങൾ: ചായ, കാപ്പി, മദ്യം, കൃത്രിമ മധുരമടങ്ങിയ ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഇവ ശരീരത്തിൽ നിന്ന് കൂടുതൽ ജലം പുറന്തള്ളാൻ കാരണമാകും. കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ഇളനീർ, മോരും വെള്ളം എന്നിവ ധാരാളമായി ഉപയോഗിക്കുക. ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ: ചൂടുകാലത്ത് ദഹന പ്രക്രിയ പതുക്കിയാക്കുന്നതിനാൽ ഭക്ഷണകാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. എണ്ണയിൽ പൊരിച്ചതും കൊഴുപ്പ് കൂടിയതുമായ ഫാസ്റ്റ് ഫുഡുകൾ ഇത് ശരീരതാപം വർദ്ധിപ്പിക്കാൻ കാരണമാകും. ലഘുഭക്ഷണം ശീലമാക്കുക. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, പ്രത്യേകിച്ച് തണ്ണിമത്തൻ, വെള്ളരിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അമിതമായി മസാലയും എരിവും ചേർത്ത ഭക്ഷണം നെഞ്ചരിച്ചിലിനും ശരീരത്തിന്റെ അസ്വസ്ഥതയ്ക്കും കാരണമാകും. വസ്ത്രധാരണവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും: അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വായു സഞ്ചാരത്തിന് സഹായിക്കും. വെയിലത്തിറങ്ങുമ്പോൾ കുട ഉപയോഗിക്കുക. കണ്ണുകളുടെ സംരക്ഷണത്തിന് സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. വെയിൽ ഒഴിവാക്കുക. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ടുള്ള വെയിൽ കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കുക. പ്രത്യേക ശ്രദ്ധയ്ക്ക് കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവർ ചൂടുകാലത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. ചർമ്മത്തിൽ ചുവന്ന പാടുകളോ തലകറക്കമോ അമിതമായ തളർച്ചയോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ തണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ്. ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെയും വേനൽക്കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകണം. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി.